ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: താൻ പ്രവാചകൻ എന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ല എങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ എന്നുള്ള വചനമാണ്. വിശുദ്ധ പൗലോസ് ഈ വാക്കുകൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ദൈവത്തിൻ്റെ നിയോഗങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്ലാനുകളെക്കുറിച്ച്, പദ്ധതികളെക്കുറിച്ച് ഒക്കെ വളരെ കൃത്യമായ തലത്തിലുള്ള അറിവുള്ളവരായി മാത്രമേ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നാം പ്രവാചകന്മാരെന്നോ ആത്മീകനെന്നോ നിരൂപിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നിലകളിൽ നാം ശുശ്രൂഷിക്കുകയും ജീവിക്കുകയും പോവുകയും ഒക്കെ ചെയ്തിട്ട് നാം നിത്യതയുടെ അവകാശികളായി തീരുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും, നിങ്ങൾ ഗൗരവമായി അറിയേണ്ട വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം മുൻപോട്ട് പോകുന്നതെന്നും ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് ഇവിടെ പറയുന്നത് മറ്റുള്ള സഭകളിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളും ആചാരങ്ങളും നിങ്ങൾക്കുണ്ടാകുവാൻ ദൈവവചനം നിങ്ങളിൽ നിന്നോ ഉത്ഭവിച്ചത്, അതോ അത് നിങ്ങൾക്കായി മാത്രമുള്ളതോ എന്നൊരു ചോദ്യം പൗലോസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃപാവരങ്ങളും ആത്മീയമായും ഉണ്ട് എങ്കിൽ ഈ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്നുള്ളതാണെന്ന്, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവികമാണെന്നും അത് ദൈവം നമുക്ക് നൽകത്തന്നിരിക്കുന്ന കൃപകളാണെന്നും ആ കൃപാവരത്തിൻ്റെ ശുശ്രൂഷകൾ അത് നമ്മുടെ നന്മയ്ക്ക് കാരണമായിത്തീരുന്നു എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾ ശുശ്രൂഷിക്കുവാൻ പാടുള്ളൂ എന്നും, അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രയോജനപ്രദമായി തീരുകയുള്ളെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. 3 അതിപ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അടുത്ത വചനത്തിനുള്ളിൽ പൗലോസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 1, പ്രവചനവരം നിങ്ങൾ വാഞ്ചിക്കണം. ദൈവത്തോട് നിങ്ങൾ പ്രവചനവരത്തിനു വേണ്ടി അപേക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ വിലക്കുവാൻ പരിശ്രമിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 3-ാമത്തെ പ്രസ്താവന, എല്ലാ കൃപാവരങ്ങളും നിയമാനുസൃതമായി ഞാൻ നിങ്ങളെ ഉപദേശിച്ചതുപോലെ ഉപയോഗിക്കുവാൻ ഉത്സാഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും ആശകളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലകളിൽ ഗൗരവങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും നയിക്കുന്നു, നടത്തുന്നു എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ നമുക്ക് എത്തിച്ചേരുവാനും
ആ തലങ്ങളിൽ നമുക്കായിത്തീരുവാനും സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ നാളുകളിൽ മുന്നേറാം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ നിലകളിൽ ഞങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.